ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററൊക്കെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്, ഇനി നമ്മൾ പ്രോബബിലിറ്റി ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പെർമ്യൂട്ടേഷൻ്റെയും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെയും ബൈനോമിയൽ ആ ഒരു സീരീസിൽ വരുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 10 ആണ്. ചാപ്റ്റർ നമ്പർ 10 ഏതാ അറിയാം? സ്ട്രെയിറ്റ് ലൈൻസ്. നല്ല രസമുള്ള സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ മര്യാദയ്ക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ അതേപോലെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ബൈനോമിയൽ തിയറത്തിൽ പറഞ്ഞതുപോലെ പഠിക്കാനൊരു ഇക്വേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഒക്കെ പവറൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെറുതാക്കി കൊണ്ടുവരണം അല്ലേ? അത് നമ്മൾ മാത്തമാറ്റിക്കൽ സ്കില്ലാണ്. അതേപോലെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് വേണം. അപ്പോൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 10, ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ, ഇനി ചാപ്റ്റർ നമ്പർ 10 സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ അടുത്തത് ചാപ്റ്റർ നമ്പർ 11 കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നിങ്ങൾ +2-നകത്ത് ഈ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെയും അതേപോലെ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. +2 ചാപ്റ്റർ ഉണ്ട്. 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള, ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ നമുക്ക് അടുത്ത കൊല്ലം പഠിക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ബേസിക്കാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻസും അതേപോലെ അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിയൊക്കെ നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത്. എന്തായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാനിങ്ങനെ വരയ്ക്കുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അതായത് ഇത് ഇങ്ങോട്ടും നീണ്ടിങ്ങനെ പോവും, ഇവിടുന്ന് ഇങ്ങോട്ടും നീണ്ടിങ്ങനെ പോവും. അതിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. രണ്ട് ഭാഗത്തോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ പോകും. ക്ലിയർ? പക്ഷെ ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കഷ്ണത്തിനെയാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുക. ലൈൻ സെഗ്മെന്റിന് ഒരു പെർട്ടിക്കുലർ ലെങ്ത് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിന്റെ കഷ്ണത്തിനെയാണ് ലൈൻ സെഗ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ആക്ച്വലി ഈ ലൈൻ എങ്ങനെ ഉണ്ടാകുന്നത്? ആക്ച്വലി ഒരുപാട് പോയിന്റ്സ്, ഇൻഫിനിറ്റ് പോയിന്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പോകണ്ടോ, ഒരുപാട് ഇൻഫിനിറ്റ് പോയിന്റ്സ് ഇവിടെ ഉണ്ടാവും. ഈ ഇൻഫിനിറ്റ് പോയിന്റ്സ് എല്ലാം കൂടെ കൂടുമ്പോഴാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുന്നത്. ക്ലിയർ? അതായത് ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ആ ഓരോ പോയിന്റ്സിനും എന്തുണ്ടാവും? നമ്മൾ സാധാരണ ഒരു പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അതിനെ നമ്മൾ കാണിക്കുക, എങ്ങനെയാണ് ഒരു പോയിന്റിനെ? ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവും. ശരിയല്ലേ? കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ XY ആക്സിസ് വരയ്ക്കുന്നതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ഇതിനകത്ത് ഞാനൊരു പോയിന്റ് എഴുതുകയാണ്, പോയിന്റ് P ഓഫ് കോർഡിനേറ്റ് X, Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഡിസ്റ്റൻസ് X എന്നാണ്, ഈ ഡിസ്റ്റൻസ് Y എന്നാണ്. അതല്ലേ അതിൻ്റെ മീനിങ്? XY എന്ന് പറയുന്ന ഇങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് X ആയിരിക്കും, ആ ഡിസ്റ്റൻസ് Y ആയിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിലുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവാനുള്ള ഫോർമുല, അതായത് അതിനു മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഒന്നാമത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്.
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നല്ലോണം ശ്രദ്ധിക്കട്ടോ. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യാണ്. ഇത് P of x1, y1 and this is Q of x2, y2. These are the 2 points. ഇത് 2 പോയിന്റ്സ് ആണ്. ക്ലിയർ? ഇനി ഈ 2 പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഈ 2 പോയിന്റും കണക്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് കിട്ടുമല്ലോ. ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് PQ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. PQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് x1, y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഡിസ്റ്റൻസ് x1 എന്നാണ്, ഈ ഡിസ്റ്റൻസ് y1 എന്നാണ്, അല്ലേ? അതല്ലേ അതിന്റെ മീനിങ്. ഇനി ഇത് x2, y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് x2 എന്നായിരിക്കും, ഈ ഡിസ്റ്റൻസ് y2 എന്നായിരിക്കും. ശരിയല്ലേ? ഞാൻ ഇനി പിയിൽ നിന്ന് ഇപ്പൊ ഇവിടെ വെർട്ടിക്കലായിട്ട് വരച്ചിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതിലോട്ട് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാണ്ട്. ഇത് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ളതാണ്. ഈ പോയിന്റ് ഞാൻ 6 എന്ന് കൊടുക്കുകയാണ്. ക്ലിയർ? അങ്ങനെ നമുക്ക് ആവശ്യം PQ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. PQ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ക്ലിയർ? ഇനി നല്ലോണം ശ്രദ്ധിക്കുക. PQ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ PRQ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ, 90 ഡിഗ്രി ആണല്ലോ. ഏതാണ് അതിന്റെ ഹൈപ്പോട്ടന്യൂസ്? PQ ആണ്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PQ സ്ക്വയർ ഈക്വൽ ടു PR സ്ക്വയർ പ്ലസ് QR സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി ആ ഫിഗറിലോട് സൂക്ഷിച്ചു നോക്കിയേ. എന്താണ് PR-ന്റെ വാല്യൂ, എന്താണ് QR-ന്റെ വാല്യൂ എന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഡിസ്റ്റൻസ് ആണ് PR എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് x2 ആണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് x2 ആണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ശരിയല്ലേ? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് x1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? x2 മൈനസ് x1. ശരിയല്ലേ? അപ്പൊ PR എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 മൈനസ് x1. ക്ലിയർ? സിമിലർലി വി ക്യാൻ സേ ദാറ്റ് QR എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് QR എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് y2 ആണ്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് y1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ QR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? y2 മൈനസ് y1 എന്നായിരിക്കും. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? PQ സ്ക്വയർ ഇസ് ഈക്വൽ ടു PR സ്ക്വയർ ഈസ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ PQന്റെ ഇക്വേഷൻ എന്ത് വരും? PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P ആൻഡ് Q ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതാണ് 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ആ 2 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ആയിരിക്കും നമുക്ക് തരിക. 2 പോയിന്റ്സ് തന്നു, അതിന്റെ കോർഡിനേറ്റ്സും തന്നു, നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാണ്. അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പം നമുക്ക് സംശയം, നമുക്ക് 2 പോയിന്റ് തരുമ്പോൾ ഏത് x1 y1 ആക്കി എടുക്കണം, ഏത് x2 y2 ആക്കി എടുക്കണം എന്നൊരു സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ കാരണേ നമ്മളിവിടെ x1 ഏതെടുത്ത് കഴിഞ്ഞാലും നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇപ്പോൾ x2 മൈനസ് x1 എടുത്താലും x1 മൈനസ് x2 എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ x2 മൈനസ് x1 എടുത്താൽ പോസിറ്റീവ് കിട്ടുമെന്നുണ്ടെങ്കിൽ x1 മൈനസ് x2 എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവാണ് കിട്ടുക. പക്ഷേ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ശരിയല്ലേ? അപ്പം നമുക്ക് പറയാം അത് ഏത് ഫസ്റ്റ് പോയിന്റ് എടുക്കണം, ഏത് സെക്കൻഡ് പോയിന്റ് എടുക്കണം എന്നതിൽ അവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതായത് എക്സിലുള്ള ഡിഫറൻസ് സ്ക്വയർ പ്ലസ് വൈയിലുള്ള ഡിഫറൻസ് സ്ക്വയർ, ആ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. അതിൻ്റെ റൂട്ട് അങ്ങനെയാണ് 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയാം. ഈ ഇക്വേഷൻ മറക്കാൻ പാടില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്, ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഓർത്തിരിക്കാം. ഓക്കെ, ലിസൺ. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. മറക്കരുത്, റൂട്ട് ഓഫ്, അതായത് x1 y1 x2 y2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അടുത്ത് ഞാൻ 3 ഇക്വേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ഇക്വേഷനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഇക്വേഷനെ സെക്ഷൻ ഫോർമുല എന്നാ പറയുക. സെക്ഷൻ ഫോർമുല ശ്രദ്ധിക്കുക. സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ്സ് ഉണ്ട്, P ആൻഡ് Q. ഈ Pൻ്റെയും Qൻ്റെയും
കോർഡിനേറ്റ്സ് ആണ് x1 y1 ആൻഡ് x2 y2. ക്ലിയർ? ഇത് ഇപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് കണക്ടിങ് ടു പോയിന്റ്സ് P ആൻഡ് Q. ഓക്കെ അല്ലേ? ആൻഡ് ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു പോയിന്റ് R ഉണ്ട്. ഈ പോയിന്റ് R PQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക, m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആറിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് m എന്നാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് n എന്നാണ്. ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് m ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് n ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പകരം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് m ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് n ആണെന്നാണ്. ഇപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 എന്നാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 ആണ് എന്നാണ്. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ അപ്പൊ അത് 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് 2 യൂണിറ്റ്, ഇത് 4 യൂണിറ്റ് ആവാം, ഇത് 3 യൂണിറ്റും ഇത് 6 യൂണിറ്റും ആവാം, ഇത് 100 യൂണിറ്റും ഇത് 200 യൂണിറ്റും ആവാം. ലെങ്ത് അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ആ റേഷ്യോ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ m:n എന്ന് പറയുന്ന റേഷ്യോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. Okay, similarly y coordinate is my2 plus ny1 divided by m plus n. ഇതാണ് ഇക്വേഷൻ. അതായത് നല്ലോണം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പോയിന്റ് ആർ എന്ന് പറയുന്നത് പിന്റെയും ക്യൂവിന്റെയും ഇൻ ബിറ്റ്വീൻ അല്ലേ, അതിനെ നമ്മൾ ഇന്റേണലി എന്നാ പറയാം. ഇന്റേണലി പിന്റെയും ക്യൂവിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് പോയിന്റ് ആർ ഉള്ളത്. അപ്പൊ ആർ എന്ന് പറയുന്നത് ഇന്റേണലി എന്നാണ് നമ്മൾ പറയാം. അതായത് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ആർ, നല്ലോണം ശ്രദ്ധിക്കട്ടോ, പിയും ക്യൂവും രണ്ട് പോയിന്റ്സ് x1 y1 x2 y2, ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ m:n എന്ന് പറയുന്ന റേഷ്യോയിൽ ഇന്റേണലി കട്ട് ചെയ്യുന്ന പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ആർ which divides the line segment joining the points P of x1 y1 and Q of x2 y2 internally in the ratio m:n is r of mx2 plus nx1 divided by m plus n, my2 plus ny1 divided by m plus n. That is the equation. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇന്റേണലി കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇനി ഇതിനകത്തൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. ഇഫ് r is the midpoint, r മിഡ് പോയിന്റ് ആണെങ്കിൽ m:n എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും? അതായത് r മിഡ് പോയിന്റ് ആണെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ m:n എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും? 1:1 എന്നായിരിക്കും. അപ്പൊ r എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ വരിക? r എന്ന് പറയുന്ന ഇക്വേഷൻ x2 പ്ലസ് x1, അത് m-ന്റെയും n-ന്റെയും വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ? അപ്പൊ x2 പ്ലസ് x1, അത് നമുക്ക് x1 പ്ലസ് x2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. അതേപോലെ y1 പ്ലസ് y2 ബൈ 2 എന്ന് വരും. അപ്പോൾ രണ്ട് പോയിന്റ്സിന്റെയും മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജസ്റ്റ് അതിന്റെ ആവറേജ് എടുത്താൽ മതി. x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2, അതായിരിക്കും അതിന്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കട്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ആദ്യത്തെ പോയിന്റ് x1 y1, രണ്ടാമത്തെ പോയിന്റ് x2 y2, റേഷ്യോ m:n. ഇക്വേഷൻ എങ്ങനെയാ? m ഇൻറ്റു x2 പ്ലസ് n ഇൻറ്റു x1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. അതേപോലെ m ഇൻറ്റു y2 പ്ലസ് n ഇൻറ്റു y1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ആ രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി m:n എന്ന് പറയുന്ന റേഷ്യോ ശ്രദ്ധിക്കട്ടോ, പിയും ക്യൂവും രണ്ട് പോയിന്റ്സ് p ഓഫ് x1 y1 ആൻഡ് q ഓഫ് x2 y2. ക്ലിയർ? ഇനി ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്റേണലി ഇൻ ദ റേഷ്യോ m:n എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ m:n ആണെന്ന് വിചാരിക്കുക. എക്സ്റ്റേണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ക്യു എന്ന് പറയുന്ന ഇതിന്റെ ഇടയിലല്ല പോയിന്റ് ആറ് വരെ, ഇതിന്റെ പുറത്ത് ഈ ലൈൻ സെഗ്മെന്റ് നമ്മൾ അതിന്റെ എക്സ്റ്റൻഷനകത്ത് പുറത്താണ് പോയിന്റ് ആറ് വരുന്നത്. എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ m:n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിയിൽ നിന്ന് കണ്ടോ, ഇവിടുന്ന് എങ്ങനെയാണ്? ആറിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് m ആണെങ്കിൽ ആറിൽ നിന്ന് ക്യൂവിലോട്ടുള്ള ഡിസ്റ്റൻസ് n. അതേപോലെ തന്നെ, അതായത് ആറിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് m എന്നാണെങ്കിൽ ക്യൂവിൽ നിന്ന് ആറിലോട്ടുള്ള ഡിസ്റ്റൻസ് n എന്നായിരിക്കും. ഇങ്ങനെയാണ് റേഷ്യോ വരിക. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയെന്നറിയോ? ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം, പ്ലസ് ഉള്ളടത്ത് മൈനസ് ആക്കിയാൽ മതി. mx2 ഫസ്റ്റത്തെ x അല്ലേ, mx2
minus nx1 divided by m minus n. my2 minus ny1 divided by m minus n. This is the equation. Clear? അപ്പോൾ r എന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടാ, r എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ r എന്ന് പറയുന്നത് എക്സ്റ്റേണലി കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതായത് p of x1 y1 and q of x2 y2 ആ രണ്ട് പോയിന്റ്സിനെയും ലൈൻ സെഗ്മെന്റിനെ m:n എന്ന് പറയുന്ന റേഷ്യോയിൽ എക്സ്റ്റേണലി കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് r of mx2 minus nx1 divided by m minus n, my2 minus ny1 divided by m minus n. നിങ്ങൾ മര്യാദയ്ക്ക് ഈ ഇക്വേഷനാണ് പഠിച്ചാൽ മതി. ഇന്റേണലിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇനി എക്സ്റ്റേണലി എന്നാണെങ്കിൽ ആ പ്ലസ് ഉള്ളോടത്താണ് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായി? നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് അല്ല പഠിക്കേണ്ടത്. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അതിനുള്ള കണ്ടീഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. mx2 plus nx1. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലം തരുമ്പോൾ x1ൻ്റെ വാല്യൂ ഇതാണ്, x2ൻ്റെ വാല്യൂ ഇതാണ്, എമ്മിൻ്റെ വാല്യൂ ഇതാണ്, എന്നിൻ്റെ വാല്യൂ ഇതാണ്, അങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്ന പഠിച്ചാൽ ഇതിപ്പോൾ 1:2 എന്നാണെങ്കിൽ 1 into x2 ഇവിടെ ഏതാണ് വാല്യൂ, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇതാണ് സെക്ഷൻ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, പിനെയും ക്യൂവിനെയും എക്സ്റ്റേണലി കട്ട് ചെയ്യുന്ന പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ആർ വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് p of x1 y1 and q of x2 y2 externally in the ratio m:n is r of mx2 minus nx1 divided by m minus n, my2 minus ny1 divided by m minus n. These are the equations. Okay. അപ്പോൾ ഇതാണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലിസൺ. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഞാൻ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. 3 ഇൻട്രൊഡക്ഷൻ ആയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് കഴിഞ്ഞു, 2 സെക്ഷൻ ഫോർമുല അതും കഴിഞ്ഞു. ഇനി 3ാമത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് അല്ലേ, അതിപ്പോൾ എന്തിനാ അവിടെ സെപ്പറേറ്റ് പഠിക്കുന്നത് എന്നൊരു ആലോചന, ചെറിയൊരു ആലോചന വന്നോ അല്ലേ? അത് നമ്മൾ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ ആർക്കും അറിയാത്തത് അല്ലേ? പക്ഷേ അതല്ല ഇവിടെ ശ്രദ്ധിക്കട്ടാ. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 പോയിന്റ്സ് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിളാണ്. ഈ പോയിന്റ്സ് p of x1 y1, q of x2 y2 and r of x3 y3. ഈ 3 പോയിന്റ്സ്, അതായത് ഈ 3 പോയിന്റ്സും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? അതിൽ ബിയും എച്ചും അറിയാമെങ്കിലല്ലേ അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് തരുന്നത് ട്രയാങ്കിളിന് 3 കോർണർ ഉണ്ടാവും, ശരിയല്ലേ? വെർട്ടീസസ് എന്നാ പറയാം. വെർട്ടീസസ് 3 വെർട്ടീസസ് ഉണ്ടാവും. ഈ വെർട്ടീസസിന്റെ സൈഡ് അല്ല കേട്ടോ, വെർട്ടീസസ്, ഈ പോയിന്റ്, ഈ വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നു എന്ന് വിചാരിക്കാം. ഈ വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് തന്നു എന്ന് വിചാരിക്കാം. അപ്പം 3 വെർട്ടീസസ് ഉണ്ടാവും. ഈ 3 വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, അതാണ് നമ്മൾ നോക്കുന്നത്. അതിനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കട്ടോ. x1 y1 x2 y2 x3 y3 be 3 vertices of a triangle, then area of the triangle is A is equal to, equation പറഞ്ഞുതരാട്ടോ, half into x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ. ഏരിയ A is equal to 1/2 into modulus x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. These are the equation. ഇതാണ് ഇക്വേഷൻ. സിമ്പിൾ ഇക്വേഷൻ. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇത് പഠിക്കാനുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരും. പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റിയാൽ മതി.
പറഞ്ഞ മനസ്സിലായി, എഴുതാൻ പറ്റിയാൽ മതി. ഓക്കെ, എങ്ങനെ എഴുതാമെന്നറിയോ? ഇപ്പോൾ ഇവിടെ 3 പോയിന്റ്സ് അല്ലേ ഉള്ളത്. ഞാൻ ഏതെങ്കിലും ഒരു ഓർഡർ എടുക്കുകയാണ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുകയാണ്. ഒന്നെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കാം. ഞാൻ ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ പറഞ്ഞുതരാം. ഈ 2 രീതിയിൽ എടുത്താലും സെയിം ആണ്. ശ്രദ്ധിക്കട്ടോ, പി ഏരിയ എ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് തുടക്കത്തിലുണ്ടാവും. നമ്മൾ അത് ഓർത്തിരിക്കുക. എന്ത് ചെയ്യുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് അല്ലേ, ഹാഫ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാഫ് ഉണ്ടാവും. പിന്നെ മോഡുലസ് നിർബന്ധമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ഈ ഓർഡറാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റത്തെ പോയിന്റിന്റെ x1 ഇൻറ്റു ഇതിന്റെ കോർഡിനേറ്റ് ഒഴിവാക്കുക. ഇതിന്റെ പിന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതിന്റെ 2 y കോർഡിനേറ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. x1 ഇൻറ്റു y2 മൈനസ് y3 ക്ലിയർ. അപ്പൊ അത് കഴിഞ്ഞു. പ്ലസ് ഇനി അടുത്ത x2 കൺസിഡർ ചെയ്യാം കേട്ടോ. x2 ഇൻറ്റു അടുത്തത് y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു അടുത്തത് x2 കഴിഞ്ഞു. ഇനി അടുത്ത x3 ഇൻറ്റു y1 മൈനസ് y2. ഇതാണ് ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കോർഡിനേറ്റ്സ്, ഇത് ഡയറക്റ്റ് കോർഡിനേറ്റ്സ് എഴുതിയിട്ട് ഈ ഡയറക്റ്റ് ഇക്വേഷൻ കൊണ്ട് എഴുതിയാൽ മതി. അല്ലാതെ x1 ഇതാണ്, y1 ഇതാണ്, x2 ഇതാണ്, y2 ഇതാണ്. അപ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതിയിട്ട് ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ഈ ഒരു ഫിഗർ വരക്കുക. എന്നിട്ട് ഇതാണോ ഇവിടെ 1,2, ഇവിടെ 2,3, ഇവിടെ 1,5 എന്നാണെങ്കിൽ അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ അങ്ങനെ എഴുതിയാൽ മതി. വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പം ഞാൻ ഇവിടെ എടുത്തത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തിട്ടുള്ളത്. ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക എന്നറിയോ? ഏരിയ എ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. ഓക്കെ, ആദ്യം x1 എടുക്കുകയാണെങ്കിൽ x1 ഇൻറ്റു ഇവിടുന്ന് y3 മൈനസ് y2 എന്ന് വരും. y3 മൈനസ് y2. അതായത് ഞാൻ ഓർഡർ പോണത് ഇങ്ങനെയാണ്. ക്ലിയർ. ഇനി അടുത്തെന്ത് വരും? പ്ലസ് x3 ഇൻറ്റു അടുത്ത x3 ഇൻറ്റു y2 മൈനസ് y1 പ്ലസ് അടുത്തത് x2 ഇൻറ്റു y1 മൈനസ് y3. ഇതാണ് ഇക്വേഷൻ. അപ്പം നമ്മൾ ശ്രദ്ധിക്കട്ടോ, നിങ്ങൾ ക്ലോക്ക് വൈസ് ഇപ്പം നേരത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്തപ്പോൾ ഈ മോഡിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പോസിറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ അടുത്തതിൽ ക്ലോക്ക് വൈസ് എടുത്തപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ക്ലോക്ക് വൈസിലാണ് കൺസിഡർ ചെയ്തതെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തപ്പോൾ പോസിറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഉള്ളിലുള്ള വാല്യൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസ് എടുത്തു കഴിഞ്ഞാൽ ഈ മോഡിനകത്തുള്ള വാല്യൂ നെഗറ്റീവേ കിട്ടുള്ളൂ. ആ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ഇക്വേഷനിൽ ഇവിടെ മോഡുലസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ +45 വന്നാലും ഇവിടെ -45 വന്നാലും ആൻസർ 45/2 ആണ്. കാരണം ഈ മോഡുലസ് എടുക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവിൻ്റെയും പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമ്മൾ എടുക്കുക. അത് പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെയാണോ നമുക്ക് സിമ്പിൾ ആ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നന്നായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻസ് ആണ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ 3 ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതായത് x1 y1 x2 y2 ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √(x2 - x1) ² + y2 - y1 ² അതേപോലെ രണ്ടാമത് സെക്ഷൻ ഫോർമുല, അതായത് x1 y1 ആൻഡ് x2 y2 ഇത് 2 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റിനെയും ഇന്റേർണലി m/n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ r(mx2 + nx1) / m+n my2 + ny1 / m+n. ക്ലിയർ. ഇനി അത് എക്സ്റ്റേണലി എന്ന് പറയുകയാണെങ്കിൽ ആ പ്ലസ്സിലൂടെ മൈനസ് ആക്കി കൊടുക്കുക. ഇനി അവിടെ തന്നെ ഒരു മിഡ് പോയിന്റ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താ ഫോർമുല? അതായത് ഈ x1 y1 x2 y2ൻ്റെയും മിഡ് പോയിന്റ് ആണെങ്കിൽ x1 + x2/2 y1 + y2/2 അതാണ് മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ ഫോർമുല. അതേപോലെ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x1 y1 x2 y2 x3 y3 be 3 vertices of a triangle. Then the area of the triangle is given by the equation area A is equal to 1/2 into modulus x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇതാണ് ഇക്വേഷൻ. ഞാൻ പറഞ്ഞ പോലെ ഇക്വേഷൻ എഴുതാൻ പഠിക്കുക, നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഫസ്റ്റ് പ്രോബ്ലം ആണ്. ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 6, -4 and 3, 0. That is the question. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? 6, -4 and
3,0. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എഴുതി അതിൽ x1 x2 ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് d is equal to root of എന്ത് ചെയ്യുക 3 minus 6 the whole square plus 0 minus 4 അപ്പോൾ 0 plus 4 the whole square അങ്ങനെ എടുത്താൽ മതി. അതായത് ഇത് x1 y1 ഇത് x2 y2 അപ്പോൾ x2 minus x1 plus y2 minus y1 ഇത്രയേ ഉള്ളൂ. അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതായത് 6 minus 3 whole square plus minus 4 minus 0 the whole square അങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. that is equal to root of 3 minus 6 minus 3 the whole square plus 0 plus 4 the whole square minus 3 square 9 plus 4 square 16 9 plus 16 equal to root 25. ശരിയല്ലേ? ഈ റൂട്ട് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് വാല്യൂ പോസിബിൾ ആണ്. റൂട്ട് 25 പ്ലസ് ഓർ മൈനസ് 5 പോസിബിൾ ആണ്. ശരിയല്ലേ? പക്ഷേ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. രണ്ട് പോയിന്റ്സ് തമ്മിൽ ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ നമ്മൾ പറയത്തില്ല. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് റൂട്ട് 25 5 എന്നെടുത്താൽ മതി. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 5 യൂണിറ്റ്സ് എന്നും കൂടെ എഴുതാം. 5 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് the coordinates of the point which divides the line segment joining the points A of 1, -3 and B of and B of -3,9 internally in the ratio 1:3. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവ രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? രണ്ട് റേഷ്യോ എന്താണ്? 1:3 ആണ് റേഷ്യോ. രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? 1, -3 -3,9. അപ്പോൾ ഇന്റേണലി ആകുമ്പോൾ ഓർത്തിരിക്കുക പ്ലസ് ആണ്, എക്സ്റ്റേണലി ആകുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതാണ് കേട്ടോ. എങ്ങനെ എഴുതുക? m × x2 അല്ലെ പ്ലസ് n × x1 ഡിവൈഡഡ് ബൈ m + n അല്ലെ. അപ്പോൾ ഇവിടെ 1 × -3 പ്ലസ് 3 × 1 അതായത് m × x2 പ്ലസ് n × x1 ക്ലിയർ ഡിവൈഡഡ് ബൈ m + n ദാറ്റ് ഈസ് 1 + 3 കോമ. ഇനി y കോർഡിനേറ്റ് എന്തായിരിക്കും? 1 × 9 പ്ലസ് 3 × -3 ഡിവൈഡഡ് ബൈ 1 + 3 ദാറ്റ് ഈസ് ഇതെന്താണ്? 1 × 9 ദാറ്റ് ഈസ് m × y2 പ്ലസ് n × y1 ഡിവൈഡഡ് ബൈ m + n. ദാറ്റ് ഈസ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. പോയിന്റ് ഓഫ് എന്ത് വരും? 1 × -3 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4, 9 -9 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റിന്റെ കോർഡിനേറ്റ് പോയിന്റ് ഓഫ് -3 + 3 0 0/4 0 9 - 9 0 0/4 0 അപ്പോൾ 0, 0. അപ്പം നമുക്ക് റിക്വയർഡ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് 1, -3നെയും -3,9നെയും 1:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ് കട്ട് ചെയ്യുന്ന ഇന്റേണലി 1:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0, 0 ആണ്. ഒറിജിൻ ആണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ 4, 4, 3, -2 and -3,16. ഓക്കെ, അപ്പോൾ ഇത് വെർട്ടീസസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ ആ ട്രയാങ്കിൾ വരക്കാണ്. ഇത് നമ്മൾ ആ കോർഡിനേറ്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതൊന്നും വേണ്ട. കോർഡിനേറ്റ്സ് ഞാൻ 4, 4, 3, -2 -3,16 ഇങ്ങനെ എടുക്കാൻ 3 കോർഡിനേറ്റ്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊന്നും ആലോചിക്കണ്ട. അതായത് ഈ -2 എന്ന് വരുമ്പോൾ ഇതിൻ്റെ താഴെയല്ലേ 4,4ന്റെ താഴെയല്ലേ വരുള്ളൂ, -3,16 ഇപ്പുറത്തല്ലേ വരുള്ളൂ. അതൊന്നും നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാത്രേ ഉള്ളൂ. ആ 3 കോർഡിനേറ്റ്സ് എഴുതുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ല ഈ ഫിഗർ വരയ്ക്കാനല്ല നമ്മളോട് വേണ്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വെർട്ടീസസ് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഏരിയ A = 1/2 × മോഡുലസ്. ഞാൻ ഏത് ഡയറക്ഷനിൽ എടുക്കാം? ഇങ്ങനെ എടുക്കുകയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എടുക്കാം? ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കണം. അപ്പോൾ ആദ്യം 4 × -2 -16
അതായത് x1 ഇൻറ്റു y2 മൈനസ് y3. ക്ലിയർ? ഇനി അടുത്തത് പ്ലസ് 3 ഇൻറ്റു 16 മൈനസ് 4. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പ്ലസ് -3, അതായത് -3 ഇൻറ്റു 4 മൈനസ് -2, അപ്പോൾ 4 + 2 എന്ന് വരും. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് എഴുതാൻ അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ എഴുതാം. a is equal to half into modulus x1 into y2 minus y3 plus x2 into y3 minus y1. ആ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് x1ന്റെ വാല്യൂ ഇതാണ്, x2ന്റെ വാല്യൂ ഇതാണ്, x3ന്റെ വാല്യൂ ഇതാണ്. അങ്ങനെ ഓരോന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണിത്. അത് നമുക്ക് ഒറ്റയടിക്കാണ്ട് എഴുതി കൂടെ, അതല്ലേ നല്ലത്. അതായത് 4 ഇൻറ്റു -2 മൈനസ് 16 പ്ലസ് 3 ഇൻറ്റു 16 മൈനസ് 4 പ്ലസ് -3 ഇൻറ്റു 4 മൈനസ് -2, അപ്പോൾ 4 + 2. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. ഈ വാല്യൂ കണ്ടുപിടിക്കണം. 4 ഇൻറ്റു -2 മൈനസ് 16 -18 എന്ന് വരും. പ്ലസ് 3 ഇൻറ്റു 16 മൈനസ് 4 ദാറ്റ് ഈസ് 12 മൈനസ് 3 ഇൻറ്റു 4 + 2 ദാറ്റ് ഈസ് 6. ഇങ്ങനെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. 4 ഇൻറ്റു 18 18 36 72, അപ്പോൾ -72 എന്ന് വരും. 3 ഇൻറ്റു 12 പ്ലസ് 36 എന്ന് വരും. ശരിയല്ലേ? 3 ഇൻറ്റു 6 -18 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ്. -72 -18 എന്ത് വരും? 80 90 -90 പ്ലസ് 36 എന്ന് വരും. ക്ലിയർ അല്ലേ? 90 36 പോയാൽ എത്ര? 54. അപ്പോൾ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മോഡ് -54 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ മോഡ് -54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +54 ആണ്. അപ്പോൾ 54 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 27 എന്ന് വരും. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എന്താണ്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ അല്ലേ? ഏരിയ ഓഫ് ദി ട്രയാങ്കിളിന്റെ യൂണിറ്റ് എന്താ? നമുക്ക് യൂണിറ്റ് സ്ക്വയർ എന്ന് എഴുതാം. യൂണിറ്റ് സ്ക്വയർ. ഡിസ്റ്റൻസ് ആകുമ്പോൾ യൂണിറ്റ് എന്ന് എഴുതും, ഏരിയ ആകുമ്പോൾ യൂണിറ്റ് സ്ക്വയർ എന്ന് എഴുതും, അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതും. ഇനി വോളിയം ആണെങ്കിൽ യൂണിറ്റ് ക്യൂബ് എന്ന് എഴുതും, അല്ലെങ്കിൽ ക്യൂബിക് വോളിയം എന്ന് എഴുതും, ക്യൂബിക് യൂണിറ്റ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് എഴുതുക? യൂണിറ്റുകൾ എഴുതുക. അപ്പോൾ ഇതാണ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള 3 ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് പറഞ്ഞു. ആ 3 ബേസിക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഓരോ പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഇനിയാണ് നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കാൻ പോകുന്നത്. ഇനിയാണ് സ്ട്രെയിറ്റ് ലൈനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് അറിയാം. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 സ്ട്രെയിറ്റ് ലൈൻ തന്നു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പാരാമീറ്റേഴ്സൊക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതായത് ഒരു സ്ലോപ്പും സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലുള്ള ഒരു പോയിന്റും തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേലുള്ള 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത് പഠിക്കാനുള്ളത്. ഓക്കെ, മൂന്നാമത് പഠിക്കാനുള്ള നേരെ തിരിച്ച്, അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് നമുക്ക് നേരെ തിരിച്ച് അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക. അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതുപയോഗിച്ചിട്ട് നമുക്ക് എന്ത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്താണ്, ഇതൊക്കെ നേരെ തിരിച്ച് കണ്ടുപിടിക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ, ഒരു ലൈനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. പക്ഷെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ലിസൺ. അപ്പോൾ ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ചാപ്റ്ററിലോട്ട് കിടക്കാൻ പോവാണ്. ആദ്യം നമ്മൾ പഠിക്കാനത് സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. എന്തായിരിക്കും സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളെ മൈൻഡിൽ വന്നതെന്ന് ഞാൻ പറയട്ടെ. സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ മൈൻഡിൽ വന്നിട്ടുണ്ടാവുക ചെരിവ് എന്നുള്ളതാണ്. ശരിയല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ചെരിവ് എന്നുള്ളതാണ് സ്ലോപ്പ് എന്നുള്ളതായിരിക്കും നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുക. പക്ഷെ നമ്മൾ പറയാം, അത് ശരിയാണ്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റും? എന്താണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ? ഇപ്പൊ രണ്ട് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏതിനാണ് ചെരിവ് കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ എന്ന് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. അതായത് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നതിനെ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യണം. അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കട്ടാ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. സ്ട്രെയിറ്റ് ലൈൻ, ഈ സ്ട്രെയിറ്റ് ലൈന് ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ്. എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും ഇപ്പൊ എക്സ് ആക്സിസ് ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ് ആണ്, ടുവേർഡ്സ് റൈറ്റ്. ഈ ടുവേർഡ്സ് ലെഫ്റ്റ് എടുക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ് ആണ്. അത് എവിടെ നിന്നും, കാരണം നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോൾ എക്സിന്റെ വാല്യൂ കൂടിയാ വരിക, ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എക്സിന്റെ വാല്യൂ കുറഞ്ഞാ വരിക. അതിന് ഇപ്പൊ ഈ നെഗറ്റീവ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകണമെങ്കിലും അതെ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ടുവേർഡ്സ് പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ് ആണ്, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ്. ക്ലിയർ? അപ്പൊ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഒരു -3 അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ -2 -1 ആക്ച്വലി വാല്യൂ കൂടുകയാണ് അല്ലെ? അപ്പൊ അവിടെ എന്താ പറയാം? അതാണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈന് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസില് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ തീറ്റനെ പറയുന്ന പേരാണ് ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ. ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ, ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ. നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഏതൊരു സ്ട്രെയിറ്റ് ലൈനും പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് കോൾഡ് ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ. അങ്ങനെ തന്നെ പറയണം. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ഇപ്പൊ ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇതല്ല ഇൻക്ലിനേഷൻ. പറഞ്ഞ മനസ്സിലായോ? എപ്പോഴും പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇപ്പൊ ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇഫ് തീറ്റ ഈസ് ദി ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ then tan theta is known as slope of the line. Clear? Tan theta is known as slope of the line and slope is represented by m. Slope of the line is represented by m. നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ച് പറയുമ്പോൾ എവിടെ m കണ്ടാലും മനസ്സിലാക്കുക അത് സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ്, which is known as equal to tan theta. ഇനി ടാൻ തീറ്റ എപ്പോഴെങ്കിലും ഏതെങ്കിലും വാല്യൂ വരുമ്പോൾ ടാൻ വാല്യൂ ഡിഫൈൻഡ് അല്ലാത്തതുണ്ടോ? ഉണ്ട്. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്നും കൂടെ നമ്മൾ പറയണം. ക്ലിയർ? അപ്പൊ ഇതാണ് ടാൻ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത്. ആക്ച്വലി സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയണമെങ്കിൽ എന്ത് വേണം? m is equal to tan theta എന്നാണ് ഇക്വേഷൻ. അപ്പൊ ആദ്യം തീറ്റ എന്താണെന്ന് നമ്മൾ പറയണം. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ ആണ്. ദാറ്റ് മീൻസ് ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംഗിൾ മെയ്ഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ്, നല്ലോണം ശ്രദ്ധിക്കണം, ആംഗിളിനെയാണ് ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ എന്ന് പറയാം. If theta is the inclination of the line, then tan theta is known as slope of the line and it is represented by m. That is, we can say that m is equal to tan theta where theta not equal to 90 degree. This is the equation to find out slope of the line. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ പറയാം. The tangent of inclination of the line is known as slope of the line. Tangent of inclination of the line is known as slope of the line. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുക m is equal to tan theta ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ. അവിടെ തീറ്റ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ ആണ്. ആ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈന് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യുന്ന ആംഗിളാണ്, മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഇൻക്ലിനേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പക്ഷേ ഒരിക്കലും നമ്മളോട് എന്താണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ, എന്താണ് ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ നമ്മളോട് ചോദിക്കുക. പക്ഷെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും. അപ്പൊ നമ്മളോട് പറയാണ് ഇഫ് a line making an angle of 60 degree with the positive x-axis in anti-clockwise direction, what is the slope of the line എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 60 ഡിഗ്രി തന്നിട്ടുള്ളത് ഇൻക്ലിനേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാകണം. അതിന് നമുക്ക് ഇതറിയണം.
മനസ്സിലായോ? അപ്പോൾ അത് 60 ഡിഗ്രി അതാണ് ഇൻക്ലിനേഷൻ ആണ്. അപ്പോൾ ടാൻ 60 ഡിഗ്രി ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഡെഫിനേഷൻ നമുക്ക് അറിയണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്, ഒരു സംശയവും വേണ്ട. അല്ലാതെ നമ്മൾ ഒരിക്കലും വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് എ ലൈൻ, ഡിഫൈൻ സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ചാൻസ് കുറവാണ്. 99.9% ചോദിക്കൂല. പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ, അതായത് ഇഫ് a straight line making an angle 60 degree with the positive x-axis in anti-clockwise direction, what is slope of the line എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഡെഫിനേഷൻ അറിഞ്ഞൊരു കുട്ടിക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, ഇനി സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് അതേപോലെ സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് രണ്ടും കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ആൻഡ് സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ്. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ശ്രദ്ധിക്കട്ടോ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ലൈന് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ തീറ്റ? അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് എം എന്തായിരിക്കും? ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 0 ഈക്വൽ ടു 0. അപ്പോൾ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി സ്ലോപ്പ് ഓഫ് വൈ ആക്സിസോ? അതായത് സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസ് ആണ്. ഈ വൈ ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എത്രയാ? 90 ഡിഗ്രി ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു ടാൻ 90 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ്. ക്ലിയർ? അപ്പൊ നമുക്ക് പറയാം, ശ്രദ്ധിക്കട്ടോ. അപ്പൊ സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ഈസ് 0 ആൻഡ് സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ക്ലിയർ? അപ്പൊ ഇതാണ് സ്ലോപ്പിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത സ്ലോപ്പിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കണം. ലിസൺ, ശ്രദ്ധിക്കട്ടോ. നെക്സ്റ്റ്, ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ when coordinates of any 2 points on the lines are given. The slope of a line when coordinates of any 2 points on the lines are given. ഹെഡിങ് ആണ് കേട്ടോ, സബ് ഹെഡിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മേലെയുള്ള ഏതെങ്കിലും 2 പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ശ്രദ്ധിക്കട്ടോ, നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യാണ്. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ? ഇതാണ് തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ മേലുള്ള 2 പോയിന്റ്സ് നമുക്കറിയാം. പി ഓഫ് x1 y1 അറിയാം ആൻഡ് ക്യൂ ഓഫ് x2 y2 അറിയാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ഞാൻ ഇങ്ങനെ നേരെ താഴോട്ട് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇത് പോയിന്റ് 6 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഇത് x1 y1 ആണ്. ഇതിന്റെ അർത്ഥം ഇത് എത്രയും ഡിസ്റ്റൻസ് x1 ആണ്, ഇത്രയും ഡിസ്റ്റൻസ് y1 ആണ്. ശരിയല്ലേ? ഈ പോയിന്റ് കോർഡിനേറ്റ് x2 y2 ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് x2 ആണ്, ഇത്രയും ഡിസ്റ്റൻസ് y2 ആണ്. അപ്പൊ നമുക്ക് പറയാം, ഈ PR എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്താണ്? x2 മൈനസ് x1. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് പറഞ്ഞു. ഈ QR എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? y2 മൈനസ് y1 എന്നായിരിക്കും. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ഇത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഇവിടെ തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ ആണല്ലോ. തീറ്റ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ ആണെങ്കിൽ നോ ഡൗട്ട് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. തീറ്റ ഇൻക്ലിനേഷൻ ആണോ, സ്ലോപ്പ് ടാൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ തീറ്റ ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് സ്ലോപ്പ് ടാൻ തീറ്റയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും തീറ്റയാവൂലേ? ഈ ആംഗിൾ തീറ്റയാവൂലേ? അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിളിൽ നിന്ന് ശ്രദ്ധിക്കട്ടോ, ഫ്രം ട്രയാംഗിൾ PRQ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ടാൻ തീറ്റ എടുക്കാലോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QR ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് PR. That is equal to y2 minus y1 divided by x2 minus x1. ക്ലിയർ അല്ലേ?
അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ സ്ലോപ്പ് എന്താണ്? ടാൻ തീറ്റ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? m is equal to y2 minus y1 divided by x2 minus x1. This is the equation to find out slope of a line. മറക്കരുത് ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കണ്ട. ഈ ഇക്വേഷൻ പഠിക്കാതെ ഈ ചാപ്റ്റർ പഠിക്കാൻ കഴിയില്ല. സിമ്പിൾ ഇക്വേഷൻ അല്ലേ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന് മേലെയുള്ള 2 പോയിന്റ്സ് ആണ് x1 y1 ആൻഡ് x2 y2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് m is equal to y2 minus y1 divided by x2 minus x1. ക്ലിയർ അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സംശയം, നമ്മളൊരു പോയിന്റ് വരുമ്പോൾ അതിൽ ഏത് x1 y1 എടുക്കണം, ഏത് x2 y2 എടുക്കണം എന്നൊരു സംശയത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയേ, m is equal to y2 minus y1 divided by x2 minus x1. ഞാൻ m is equal to ഇതിൽ നിന്നൊരു മൈനസ് പുറത്തെടുക്കാണ്, y1 മൈനസ് y2 എന്നാവൂലേ. താഴത്തുനിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുകയാണ്, അപ്പോൾ x1 മൈനസ് x2 എന്നാവൂലേ. ഈ y2 എന്ന് മൈനസ് പുറത്തെടുക്കുമ്പോഴല്ല y1 ആവണത്, ഈ മൈനസ് y1 എന്ന് മൈനസ് പുറത്തെടുക്കുമ്പോഴാണ് y1 ആവണത്. മനസ്സിലായ? അല്ലാതെ ഇപ്പോൾ ഈ y2 എങ്ങനെ മൈനസ് പുറത്തെടുത്തപ്പോൾ y1 ആയതെന്ന് ആലോചിക്കരുത്. ക്ലിയർ? അപ്പോൾ ഈ മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ m എന്തായി? y1 മൈനസ് y2 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2 എന്നായി. മനസ്സിലായോ? അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റുക. ഇതേ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ഒന്നുകിൽ ഇക്വേഷൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1, അല്ലെങ്കിൽ ഇക്വേഷൻ y1 മൈനസ് y2 ബൈ x1 മൈനസ് x2. അപ്പോൾ ഏത് 1 എടുക്കണം ഏത് 2 എന്ന് എടുക്കണം എന്നുള്ളതിൽ അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഏത് 1 എടുക്കാം ഏത് 2 എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട എന്താണ്, y2 മൈനസ് y1 ആണെങ്കിൽ താഴെ x2 മൈനസ് x1 ആണ്, മേലെ y1 മൈനസ് y2 ആണെങ്കിൽ താഴെ x1 മൈനസ് x2 ആണ്. ആ രീതിയിൽ എടുക്കണം. അതായത് വൈയിലുള്ള ചേഞ്ച് ഡിവൈഡ് ബൈ എക്സിലുള്ള ചേഞ്ച്. പക്ഷേ ആ ചേഞ്ച്, ആ ഡിഫറൻസ് എടുക്കുമ്പോൾ സെയിം ഇതിൽ തന്നെ എടുക്കണം. അതായത് പോയിന്റ് എയും ബിയും ഉണ്ടെങ്കിൽ എ മൈനസ് ബി എടുക്കുകയാണെങ്കിൽ വൈൻ്റെ കേസിലും എ മൈനസ് ബി എടുക്കണം, എക്സിൻ്റെ കേസിലും എ മൈനസ് ബി എടുക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ഈസ് condition for parallelism. Condition for parallelism means രണ്ട് സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. രണ്ട് സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ എന്താണെന്ന് നോക്കേണ്ടത്. അതായത് രണ്ട് സ്ട്രെയിറ്റ് ലൈന്, ഓക്കെ, ഇതിൻ്റെ ഇൻക്ലിനേഷൻ θ1 ആണ്, ഇതിൻ്റെ ഇൻക്ലിനേഷൻ θ2 ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ L1 ആണ്, ഈ സ്ട്രെയിറ്റ് ലൈൻ L1ൻ്റെ സ്ലോപ്പ് m1 ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ L2 ആണ്, L2ൻ്റെ സ്ലോപ്പ് m2 ആണ്. ഓക്കെ അല്ലേ? കൺസിഡർ എ സ്ട്രെയിറ്റ് ലൈൻ L1 വിത്ത് ഇൻക്ലിനേഷൻ θ1 ആൻഡ് സ്ലോപ്പ് m1. കൺസിഡർ അനദർ സ്ട്രെയിറ്റ് ലൈൻ L2 വിത്ത് ഇൻക്ലിനേഷൻ θ2 ആൻഡ് സ്ലോപ്പ് m2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും പാരലൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ? θ1 is equal to θ2 ആവണ്ടേ? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും പാരലൽ ആണെന്നുണ്ടെങ്കിൽ θ1 is equal to θ2 ആവണ്ടേ? ആവണം. ഈ θ1 ഉം θ2 ഈക്വൽ ആയാലല്ലേ ഈ θ1 ഉം θ2 ഈക്വൽ ആയാലല്ലേ ഇത് പാരലൽ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ tan θ1 is equal to tan θ2 എന്ന് എഴുതാം. ഇപ്പം ഇതെന്താണ്? if L1 is parallel to L2, L1 parallel to L2 ആണെങ്കിലാണ് ഈ കണ്ടീഷൻ പറയാൻ പറ്റുക. tan θ1 ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇൻക്ലിനേഷൻ ആണ്. അപ്പോൾ tan θ1 ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് അല്ലേ വരിക? ദാറ്റ് ഈസ് m1, ദാറ്റ് ഈസ് ഈക്വൽ ടു m2 എന്ന് വരും. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? their slopes are equal. അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈന്, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ പഠിക്കാം. അതായത് തിരിച്ചും മറിച്ചും പഠിക്കാം. രണ്ട് സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആണ്. ഇനി രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ അത് പാരലൽ ആണ്. മനസ്സിലായോ? പല രീതിയിലൊക്കെ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതാണ് കണ്ടീഷൻ ഫോർ പാരലലിസം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് കണ്ടീഷൻ ഫോർ perpendicularity. Condition for parallelism, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആവാനുള്ള കണ്ടീഷൻ. കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി മീൻസ് എന്തായിരിക്കും? രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവാന്നുള്ളത് നോക്കാം.
ഞാൻ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് കൺസിഡർ ചെയ്യാണ് കേട്ടോ. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ L1, ഇതിൻ്റെ സ്ലോപ്പ് M1 ആണ്, ഇതിൻ്റെ ഇൻക്ലിനേഷൻ θ1 ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ L2, ഇതിൻ്റെ ഇൻക്ലിനേഷൻ θ2 ആണ്. കാരണം പോസിറ്റീവ് എക്സ് ആക്സ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ, ഇൻക്ലിനേഷൻ θ2 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് M2 ആണ്. ഇതിൻ്റെ ഇൻക്ലിനേഷൻ θ1, ഇതിൻ്റെ സ്ലോപ്പ് M1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് M1 is equal to tan θ1 ആയിരിക്കണം. അതേപോലെ M2 is equal to tan θ2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. ഇഫ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2, നമ്മൾ കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടണം. അപ്പം നമ്മൾ ആദ്യം പാരലൽ ആണെന്ന് കൺസിഡർ ചെയ്തു, എന്നിട്ട് നമുക്ക് കണ്ടീഷൻ നോക്കി. അപ്പോൾ M1 is equal to M2 എന്ന് കിട്ടി. അപ്പം നമ്മൾ നേരെ തിരിച്ചു പറയാണ്, അതായത് സ്ലോപ്പ് ഈക്വൽ ആയി കഴിഞ്ഞാൽ പാരലൽ ആവും. അതേപോലെ നമുക്ക് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷനാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യം പെർപെൻഡിക്കുലർ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഇക്വേഷൻ നോക്കുകയാണ്, എന്നിട്ട് അവസാനം തിരിച്ചു പറയും. ഓക്കെ, അപ്പോൾ ഈ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആയി കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കട്ടോ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, ഇത് θ1, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് θ1 ആയിരിക്കും അല്ലേ? ശരിയല്ലേ? ഇനി ഈ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 180 കിട്ടൂലേ? ദാറ്റ് ഈസ് θ2 പ്ലസ് 90 മൈനസ് θ1 is equal to 180 എന്ന് കിട്ടൂലേ? ഈ രണ്ട് ആംഗിൾ കൂടെ കൂട്ടിയാൽ 180 എന്ന് കിട്ടണം. അപ്പം നമുക്ക് എന്താ പറയാം, θ2 is equal to 180 മൈനസ് 90 പ്ലസ് θ1 എന്ന് കിട്ടും. ക്ലിയർ? ദാറ്റ് ഈസ് θ2 is equal to 180 മൈനസ് 90 ഈസ് 90. അപ്പം 90 പ്ലസ് θ1 എന്ന് കിട്ടും. ഇനി ഞാൻ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. ഇനി ഞാൻ രണ്ട് ഭാഗത്തും ടാൻ എടുക്കാൻ പോകണം. ടാൻ θ2 ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് 90 പ്ലസ് θ1 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ θ2. ടാൻ θ2 ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് 90 പ്ലസ് θ1 എന്താണ്? മൈനസ് കോട്ട് θ1 ആണ്. ടാൻ ഓഫ് 90 പ്ലസ് θ1 ഈസ് മൈനസ് കോട്ട് θ1 ആണ്. ഇതെങ്ങനെ കിട്ടിയേ? ഇതാണ് നമ്മൾ ട്രിഗണോമെട്രി ചാപ്റ്ററിനകത്ത് ഒരുപാട് പഠിച്ച കാര്യം. ഓക്കെ, അപ്പോൾ ടാൻ 90 പ്ലസ് θ1 എന്ന് പറയുന്നത് മൈനസ് കോട്ട് θ1 എന്നാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ടാൻ θ2 ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് θ1 നമുക്ക് മൈനസ് 1 ടാൻ θ1 എന്ന് എഴുതിക്കൂടെ? കോട്ട് എന്ന് പറഞ്ഞാൽ 1 ടാൻ അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ടാവും, മൈനസ് അവിടെ വെക്കട്ടെ, മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ θ1 എന്ന് എഴുതാം. ഈ ടാൻ θ1 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും? ടാൻ θ1 ഇൻറ്റു ടാൻ θ2 ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും. ടാൻ θ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? M1 ആണ്. M1 ഇൻറ്റു ടാൻ θ2 എന്ന് പറഞ്ഞാൽ M2 ആണ്. M2 ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും. ഇതാണ് കണ്ടീഷൻ. മനസ്സിലായോ? ഇതാണ് കണ്ടീഷൻ. അപ്പം നമ്മൾ പറയുന്ന കണ്ടീഷൻ എന്താണ്? അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടി M1 M2 ഈക്വൽ ടു മൈനസ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം? നേരെ തിരിച്ചു പറയാം. ദാറ്റ് മീൻസ് M1 ഇൻറ്റു M2 ഈക്വൽ ടു മൈനസ് 1 കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി ഇതാണ്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ഈക്വൽ ടു മൈനസ് 1. അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 1 കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ പെർപെൻഡിക്കുലർ. മനസ്സിലായോ? അപ്പോൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? ദെയർ സ്ലോപ്സ് ആർ ഈക്വൽ. രണ്ട് സ്ലോപ്സും ഈക്വൽ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആണ്. രണ്ട് സ്ലോപ്പിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് 1 കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?